ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് 2024 ഹാഫ് ഇയർലി കഴിഞ്ഞ എക്സാമിൻ്റെ തസ്കിയത്തുൽ വിൽദാനും തജ്വീദുൽ ഖുർആനിൻ്റെയും ചോദ്യ പേപ്പറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ വായിച്ച് ഉത്തരങ്ങൾ പറയാം. കൂടുതലായിട്ട് റിവിഷനായിട്ട് പറയുന്നില്ല. നമ്മൾ റിവിഷൻ്റെ മുമ്പ് ചെയ്ത ചോദ്യ പേപ്പറൊക്കെ ഉണ്ട്. പിന്നെ പാഠഭാഗങ്ങളും റിവിഷനായിട്ട് വിശദീകരിച്ച് പറഞ്ഞതുണ്ട്. അപ്പോൾ അതൊക്കെ ഉപകാരപ്പെടുത്തി കാണുക. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യൻ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ് അൽ മുസനി എന്നത് നമുക്ക് ടിക്ക് ചെയ്യാം. അടുത്തത് മുഅവ്വിദത്തൈനി സൂറത്തുകളിലെ ആയത്തുകൾ. മുഅവ്വിദത്തൈനി സൂറത്തിലെ ആയത്തുകൾ 11. മുഅവ്വിദത്തൈനി സൂറത്തുൻ നാസും ഫലക്കും, ഈ രണ്ട് സൂറത്തുകൾ കൂടിയത് 11 ആയത്താണ്. അപ്പോൾ നമുക്ക് 11 എന്ന് ടിക്ക് ചെയ്യാം. അടുത്തത് എന്താണ്? മുഞ്ഞത്തുൻ എന്നതിൻ്റെ അർത്ഥം. മുഞ്ഞത്തുൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ആഗ്രഹം എന്നാണ്. അപ്പോൾ നമുക്കത് ടിക്ക് ചെയ്യാം. ആഗ്രഹം എന്നതാണ് മുഞ്ഞത്തുൻ എന്നതിൻ്റെത്. അടുത്തത് വഖഫ് കൂടുതൽ ഉത്തമം. വഖഫ് കൂടുതൽ ഉത്തമം എന്തിലാണ്? കിലയിലാണ്. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. വഖഫുൽ ഊല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടയാളപ്പെടുത്താം. സ്വാദ് എന്താണ്? സ്വാദ് മുറഹസ് ശ്വാസം കിട്ടാതെ വന്നാൽ നിർത്താം. അതാണ് സ്വാദ്. സീൽ എന്താണ്? അൽ വസ്ലു ഔല ചേർത്തി ഓതലാണ് കൂടുതൽ ഉത്തമം. അൽ വസ്ലു ഔല ചേർത്തി ഓതലാണ് കൂടുതൽ ഉത്തമം. അപ്പോൾ മനസ്സിലാക്കാം. അടുത്തത് ഉച്ചാരണ സമയത്ത് ശബ്ദം നീളൽ. ഉച്ചാരണ സമയത്ത് ശബ്ദം നീളൽ എന്താണ്? രഹ്വ ശബ്ദം നീളൽ രഹ്വ. ജഹർ എന്താണ്? ജഹർ ശബ്ദത്തോടൊപ്പം കാറ്റ് നടക്കാതിരിക്കൽ. ഷിദ്ദ ഉച്ചാരണ സമയത്ത് ശബ്ദം നീളാതിരിക്കൽ. അപ്പോൾ ഇവിടെ ഉച്ചാരണ സമയത്ത് ശബ്ദം നീളൽ രഹ്വ, നീളാതിരിക്കലാണ് ഷിദ്ദ. ജഹർ ശബ്ദത്തോടൊപ്പം കാറ്റ് നടക്കാതിരിക്കൽ, കാറ്റ് നടക്കുന്നതാണ് ഹംസ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. തജ്വീദിൽ 5ാമത്തെ പാഠത്തിലാണ് പറയുന്നത്. അടുത്ത് ഹിസാബിയഹ് എന്നതിലെ ഹ. ഇവിടെ ഈ ഹാഇന് എന്ത് പേരാണ് പറയുന്നത് എന്നാണ്? ഹാ ഉസ്സക്കത്താണ്. എന്താണ് ഹാ ഉസ്സക്കത്ത്? അല്പം അടങ്ങണമെന്ന് സൂചിപ്പിക്കുന്നു. ഈ ഹാഇനെ അല്പം അടങ്ങണമെന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പം അത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ചേർത്തി ഓതുകയാണെങ്കിൽ എന്താണ്? ശ്വാസം വിടാതെ ശബ്ദം അല്പം മുറിച്ചുകൊണ്ടാണ് ഹാ ഉസക്കത്തിൽ പാരായണം ചെയ്യേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കാം. അടുത്ത എന്താണ്? ചേരുമ്പടി ചേർക്കാനാണ്. മാച്ച് ചെയ്ത് കൊടുക്കണം. എന്താണ്? ലഅല്ലല്ലാഹു യർസുഖനി ഷഹാദ. എന്താണ്? ഓപ്ഷൻ ഡി, ഉമൈർ ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അത് അതിലേക്ക് നമുക്ക് മാച്ച് ചെയ്യാം. അടുത്ത് ഹാദാ വല്ലാഹി മുൽക്ക്. ഇതാരെ പറഞ്ഞത്? ഓപ്ഷൻ എ, ഉമ്മു വലതി ഹാറൂൻ റഷീദിൻ്റെ മകളായ ഉമ്മു വലതിയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏട. അടുത്തതാ മാഹുവ ഇല്ലാ മാ റഅയ്ത. ഓപ്ഷൻ ഇ, സഅദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അത് ഈ എഴുതാം. അടുത്തതാ ഹാദിഹില്ലത്തി ബലഅത്ത് ബിക. ഓപ്ഷൻ ബി, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഓപ്ഷൻ ബി എഴുതാം. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കാം. അടുത്തതാ കാല അതിരി റൂഹി തസീറു ഇലൽ ജന്നത്ത് ഔ ഇലന്നാർ. സി, അൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അപ്പോൾ അതൊക്കെ ഓരോ പാഠത്തിലും ഓരോ സന്ദർഭത്തിലും ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. അടുത്തത് എന്താണ്? പൂരിപ്പിക്കാനാണ്. എന്താണ് ആദ്യം വരുന്നത്? ഉമൈർ ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു ഡാഷ് യുദ്ധത്തിൽ ഷഹീദ. ഏത് യുദ്ധത്തിലായിരുന്നു? കുട്ടികളായ അവർ പങ്കെടുക്കാൻ ആഗ്രഹിച്ചതൊക്കെ ബദർ യുദ്ധത്തിലാണ്. ബദർ. അപ്പോൾ ഇവിടെ ഉമൈർ എന്നാണ്. അപ്പോൾ നമ്മൾ പാഠഭാഗ റിവിഷനൊക്കെ ചെയ്യുന്നതിൽ ഉമർ എന്നൊക്കെ
വോയിസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. നമ്മൾ ഇങ്ങനെ പറയുന്നതിലൂടെ ഉമർ എന്ന് പറഞ്ഞു പോയതാണ്, ഉമൈർ ഇബ്നു ആണ്. ഇനി വോയിസിൽ അങ്ങനെ ആയിട്ട് വന്നതാണ്. നമ്മൾ പറയുന്നതിൻ്റെ ക്ലിയർ കുറവാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഉമൈർ ഇബ്നു ആണ്. അപ്പോൾ നമ്മൾ സ്പീഡിൽ ഇങ്ങനെ വായിച്ച് പോരും ഉമൈർ അങ്ങനെ പറയുന്നതാണ്, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? വൻഷുർ ലിമാ തഅലംഹു വഅമൽ ബിഹി ഫമാലിയാസിൻ ഡാഷ്. എന്താണ്? ഫൈലു ഫളിലി റബ്ബിഹി എന്നാണ്. ഫൈലു ഫളിലി റബ്ബിഹി നമ്മളെ തസ്കിയയിലെ 2ാമത്തെ പാഠഭാഗം വക്കിരിൽ ഇൽമ എന്ന അതിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെ അതിലുള്ള മറ്റു ലൈനുകളൊക്കെ വന്നാൽ എഴുതാൻ കഴിയണം. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക, അർത്ഥവും മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അത് ബൈത്ത് ഏതാ വരിക, ഏത് ലൈനാ വരിക എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അടുത്തത് എന്താണ്? ലാ തത്തുലുബൻ ഡാഷ് മൻസില ഇൻകുന്തു തത്തുലുബു ഇന്ദനാസിൻ മൻസില. ഇതേത് പാഠത്തുനിന്നാണ്? 6ാമത്തെ പാഠം, തസ്കിയയിലെ 6ാമത്തെ പാഠം. അപ്പം അതിൽ വന്നതാണ് ഇഖ്ലാസ് എന്ന പാഠത്തിൽ. ലാ തത്തുലുബൻ ഇന്ദൽ മുഹൈമിന മൻസില ഇൻകുന്തു തത്തുലുബു ഇന്ദനാസിൻ മൻസില. എന്തായിരുന്നു? മേൽനോട്ടക്കാരനായ അള്ളാഹുവിന് സമീപം നീ ഒരു സ്ഥാനവും തേടേണ്ടതില്ല. ഏതെങ്കിലും ജനവിഭാഗത്തിനടുക്കൽ നീ വല്ല സ്ഥാനവും തേടുകയാണെങ്കിൽ. അപ്പം അത് മനസ്സിലാക്കുക. അതുപോലെ അതിൽ നിന്നും വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം, മനസ്സിലാക്കുക. അടുത്ത സുക്കൂനുള്ള റായിന് മുമ്പ് കസ്റായാൽ റായിനെ, സുക്കൂനുള്ള റായിന് മുമ്പ് കസ്റായാൽ എന്താണ്? തർക്കീക്ക് ചെയ്യണം. സുക്കൂനുള്ള റായിന് മുമ്പ് കസ്റായാൽ റായിനെ തർക്കീക്ക് ചെയ്യണം. അമ്മീർ എന്നൊക്കെ വന്നാൽ മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ റായിൻ്റെ തർക്കീക്കും തഫീമും നമ്മൾ 9 സന്ദർഭങ്ങളിൽ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ വന്ന് നമുക്ക് എഴുതാൻ കഴിയണം. അടുത്തത് ലാക്കിന്ന ഹുവല്ല എന്നതിൽ അലിഫിനെ എന്താ ചെയ്യേണ്ടത്? ലാക്കിന്ന എന്ന് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ അലിഫിനെ ഉച്ചരിക്കണം. വഖഫിൽ അലിഫിനെ ഉച്ചരിക്കണം. ചേർത്ത് ഓതുകയാണെങ്കിൽ ഉച്ചരിക്കേണ്ടതില്ല, വസ്ലിൽ ഉച്ചരിക്കേണ്ടതില്ല, മനസ്സിലാക്കുക. വഖഫിൽ ഉച്ചരിക്കണം, വസ്ലിൽ ഉച്ചരിക്കേണ്ടതില്ല. അടുത്തത് ഖുർആനിൽ ഡേഷ് സ്ഥലങ്ങളിൽ സക്ത് ചെയ്ത് ഓതണം. 4 സ്ഥലങ്ങളിലാണ്, ഖുർആനിൽ 4 സ്ഥലങ്ങളിലാണ് സക്ത് ചെയ്ത് ഓതേണ്ടത്. അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ച ഹിജ്റ വർഷം ഹിജ്റ 150-ലാണ്. ഹിജ്റ 150-ലാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ചത്. ഹിദായത്തുൽ അദ്കിയ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? സൈനുദ്ദീൻ മഖ്ദൂമുൽ കബീരി. അടുത്തെന്താണ്? ഇസ്തിതോലത്ത് ഉണ്ടാകുന്ന അക്ഷരം ഏതാണ് അക്ഷരം? ഇസ്തിതോലത്ത് ഉണ്ടാകുന്ന അക്ഷരം ഏതാണ്? ലോദ്. അപ്പോൾ അത് എഴുതാം നമുക്ക്. ഇസ്തിതോലത്ത് ഉണ്ടാകുന്ന അക്ഷരം ലോദാണ്. അതുപോലെ തോയിൻ്റെ മഹ്റജ് വരെ കാറ്റ് പറക്കലാണെന്ത്? ഷീന്, മനസ്സിലാക്കുക. അതുപോലെ പക്ഷിസ്വരം, കൽക്കല, കുത്തുബുജദ്, അതൊക്കെ അക്ഷരങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അടുത്തെന്താണ്? അവൻ അത് എന്നീ അർത്ഥമുള്ള ഹാഇന് പറയുന്ന പേര്. അവന് അത് എന്നൊക്കെ അർത്ഥം വരുന്ന ഹാഇന് പറയുന്നതാണ് ഹാ ഉൽ ലമീർ. നമ്മൾ 1ാമത്തെ പാഠത്ത് പറഞ്ഞിട്ടുണ്ട്. ഹാ ഉൽ ലമീർ, ഹാ ഉ തഅനീസ് എന്താണ്? പദങ്ങൾ മുഅന്നസാക്കാൻ ഉപയോഗിക്കുന്ന ഹാഇനാണ് ഹാ ഉ തഅനീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും മനസ്സിലാക്കുക. അടുത്തതെന്താണ്? ചേർത്തി ഓതലാണ് കൂടുതൽ ഉത്തമം എന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നം. അതാണ് ചേർത്തി ഓതലാണ് ഏറ്റവും കൂടുതൽ സൂചിപ്പിക്കുന്ന ചിഹ്നം. നമ്മൾ നേരത്തെ പറഞ്ഞു സില, മനസ്സിലാക്കാം. അടുത്തതെന്താണ്? നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരൽ. ഇത് ഏത് സിഫത്താണ്? അണ്ണാക്കിലേക്ക് ഉയരുന്ന സിഫത്ത് ഇസ്തിഅല. ഇസ്തിഅലായിൻ്റെ ഹുസ്സലോത്തിങ്കിൾ അവിടെ നാവിൻ്റെ മുരട്
അണ്ണാക്കിലേക്ക് ഉയർന്ന് തഫീമോട് കൂടെ അക്ഷരങ്ങൾ ഉച്ചരിക്കണം. അപ്പോൾ ഇവിടെ ഇസ്തേല എന്ന് എഴുതാം. നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരലാണ് ഇസ്തേല. മനസ്സിലാക്കുക. അതുപോലെ ഇസ്തിഫാല് ഒക്കെ നന്നായി പഠിക്കുക. അതുപോലെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ ഇങ്ങനെ വരുന്നത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒന്ന് മാത്രം ഇമ്പോർട്ടൻ്റ് പറയാൻ പറ്റൂല. അതിന്ന് ഏതും വരാം. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. സിഫത്ത് ഏതാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അടുത്തതെന്താണ്? അടുത്തതെന്താ? ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. മുഅവ്വിദത്തൈനി ഓതാൻ നിർദ്ദേശിക്കപ്പെട്ട 4 സന്ദർഭങ്ങൾ എഴുതാൻ. എപ്പോഴൊക്കെയാണ്? തസ്കിയയിലെ 1-ാമത്തെ പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സൂറത്തുൽ ഫലക്ക് പ്രഭാതത്തിലും പ്രദോഷത്തിലും, 5 വക്ത് നിസ്കാരങ്ങൾക്ക് പിറകെയും വിരിപ്പിലേക്ക് ചായുന്ന സമയത്തും ഈ 2 സൂറത്തുകൾ പാരായണം ചെയ്യൽ സുന്നത്താണ്. അതുപോലെ സിഹ്ർ, വിഷം കയറിയതിന്, രോഗം, കണ്ണേറ് തുടങ്ങിയവയ്ക്ക് മന്ത്രിക്കുന്ന സമയത്തും ഈ സൂറത്തുകൾ പാരായണം ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പം അതിൽ 4 സന്ദർഭങ്ങൾ എഴുതിയാൽ മതി. മനസ്സിലാക്കാം. അടുത്ത റാഫി റളിയല്ലാഹു അൻഹു കുട്ടിയായിട്ടും ഉഹദിൽ സംബന്ധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതം നൽകി. കാരണം എന്തായിരുന്നു? അപ്പോൾ അതെന്തായിരുന്നു? കാരണം എന്തായിരുന്നു? സമ്മതം നൽകാൻ കാരണം എന്തായിരുന്നു? റാഫിയ എന്നവര് നല്ല അമ്പെയ്ത്തുകാരനായതുകൊണ്ടാണ്. അതുപോലെ ഉമേർ എന്നവർ നല്ല മല്ലയുദ്ധക്കാരനായിരുന്നു, ഗുസ്തിക്കാരനായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് 2 പേർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളായിരിക്കെ സമ്മതം നൽകിയത്. മനസ്സിലാക്കാം. അടുത്തതെന്താണ്? ഇഖ്ലാസ് എന്നാൽ എന്ത്? ഇഖ്ലാസ് എന്നാൽ എന്താണ്? ആരാധനകൾ കൊണ്ട് സംരക്ഷകനായ ഇലാഹിനോടുള്ള സാമീപ്യം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ് എന്നാൽ. അടുത്തത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിൽ പണ്ഡിതന്മാർ ഏകോപിച്ചു. എന്തെല്ലാം കാര്യത്തിലാണ്? ഷാഫി ഇമാമിൻ്റെ വിശ്വാസയോഗ്യതയിലും വിശ്വസ്തതയിലും ധർമ്മനിഷ്ഠതയിലും ഐഹിക വിരക്തയിലും ഔദാര്യത്തിലും സൂക്ഷ്മതയിലും ഭക്തിയിലും ഉയർന്ന പദവിയിലും പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അതൊക്കെ നമ്മൾ റിവിഷൻ ചോദ്യപേപ്പറിൻ്റെ കൂടെ ഒക്കെ നന്നായിട്ട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? വദ്ദിമ അലൈക്ക മഫ്റൂലും ബില ഇദ്ഹാലി നുക്സാനിം ഫദാമ കുബില. സാരം എഴുതണം. എന്താണ്? 2-ാമത്തെ ചാപ്റ്ററിൽ നിന്നാണിത് വന്നത്. എന്താണ്? നിനക്ക് നിർബന്ധമായുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുക, വീഴ്ചകൾ കലർത്താതെ. വീഴ്ചകൾ കലർന്നത് സ്വീകരിക്കപ്പെടുകയില്ല. നിനക്ക് നിർബന്ധമുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുക, വീഴ്ചകൾ കലർത്താതെ. വീഴ്ചകൾ കലർന്നാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോൾ അതുപോലെ മറ്റ് ലൈനുകളും അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുക. അടുത്തതെന്താണ്? ഈ വഴിയിലൂടെ ഇപ്പോൾ ഒരു സ്വർഗാവകാശി വരും. അറബിയാക്കുക. എന്തായിരുന്നു? യത്ലൂ അലൈക്കുമുൽ ആന മിൻ ഹാദ ഫജ്ജി റജുലും മിൻ അഹ്ലിൽ ജന്ന. യത്ലൂ അലൈക്കുമുൽ ആന മിൻ ഹാദ ഫജ്ജി റജുലും മിൻ അഹ്ലിൽ ജന്ന. ഈ വഴിയിലൂടെ ഒരു സ്വർഗാവകാശി വരും. മനസ്സിലാക്കുക. അടുത്തത് എന്താണ് തഫ്ഹീം? തഫ്ഹീം? വായ നിറയെ ശബ്ദം ഉണ്ടാകും വിധം അക്ഷരത്തെ തടിപ്പിച്ച് ഉച്ചരിക്കുന്നതിനാണ് തഫ്ഹീം എന്ന് പറയുന്നത്. എന്താണ് തർക്കീക്ക്? അക്ഷരത്തെ നേർപ്പിച്ച് ഉച്ചരിക്കുന്നതിനാണ് തർക്കീക്ക് എന്ന് പറയുന്നത്. രണ്ടും മനസ്സിലാക്കുക. അടുത്തത് വറത്തിലിൽ ഖുർആന തർത്തീല എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്തായിരുന്നു? അക്ഷരങ്ങളുടെ മഹ്റജും വഖഫും ഇബ്തിദാവും അറിയുക എന്നാണ്. അക്ഷരങ്ങളുടെ മഹ്റജും വഖഫും ഇബ്തിദാവും അറിയുക എന്നതാണ്. മനസ്സിലാക്കുക. ഈ 5 വരിയിൽ കുറയാതെ വന്നത് എന്താണ്? സഅദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് എഴുതാനാണ്. 3-ാമത്തെ പാഠാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയുന്നത്. സഅദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി എന്താണ്? സ്വർഗം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ 10 ആളുകളിൽ ഒരാളാണ് സഅദ് ഇബ്നു അബി വക്കാസ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ആദ്യകാലത്ത് തന്നെ മുസ്ലിം ആവുകയും ഹിജ്റ പോവുകയും ബദറിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബദറിന് ശേഷമുണ്ടായ യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. പേർഷ്യയുടെ തലസ്ഥാനമായ മദിയൻ്റെ മേൽ വിജയം കൈവരിച്ചത് അദ്ദേഹമായിരുന്നു. ഹിജ്റയുടെ 55-ാം വർഷം മരണപ്പെടുകയും ജന്നത്തുൽ ബഖീൽ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു.
അസൂയ, പക, ചതി, ദുർവിചാരം മുതലായ കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ശുദ്ധമാക്കിയതാണ് അദ്ദേഹം ഇത് നേടിയെടുക്കാൻ കാരണമായത്. മനസ്സിലാക്കുക. ആദ്യകാലങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ച സഹാബി വര്യനും സ്വർഗം കൊണ്ട് പ്രവാചകൻ സന്തോഷ വാർത്ത നൽകിയ 10 പേരിൽ ഒരാളാണ് സഅദ് ബിൻ അബി വക്കാസ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് സഅദ് ബിൻ അബി വക്കാസിനെ കുറിച്ചിട്ട് നമുക്ക് എഴുതാം. ആ പാഠത്തിൻ്റെ തഹസീസിൽ വരുന്നുണ്ട്. അപ്പോൾ തസ്കിയയിലെ എല്ലാ പാഠത്തിൻ്റെയും തഹസീസ് നോക്കിയിട്ട് അതിനൊക്കെ കുറിച്ചിട്ട് ഇതേപോലെ 5 വരി കുറയാതെ എഴുതാൻ കഴിയുന്ന രീതിയിൽ എല്ലാ പാഠത്തുനിന്നും മനസ്സിലാക്കി പഠിക്കുക. അടുത്ത എന്താണ്? സിഫാത്തുൽ ഹുറൂഫ്, തജ്വീദ് എന്നാണ് വന്നത്. തജ്വീദിലെ 5ാമത്തെ പാഠം ലഫി ഷിക്കാക്കിൻ ബഈദ് എന്ന പാഠത്തിലാണ് സിഫത്തുകളെ കുറിച്ചിട്ട് പറയുന്നത്. അക്ഷരങ്ങൾ അതിൻ്റെ മഹ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോഴുണ്ടാകുന്ന വിവിധ ശബ്ദരൂപങ്ങൾക്കാണ് സിഫത്ത് എന്ന് പറയുന്നത്. ഒരു മഹ്റജിൽ നിന്ന് തന്നെ ഒന്നിൽ കൂടുതൽ അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട്. വ്യത്യസ്ത ശബ്ദമാണല്ലോ നാം കേൾക്കുന്നത്. അത് സിഫത്തുകളിലെ വ്യത്യാസം കൊണ്ടാണ്. സിഫത്തുകൾ നഷ്ടപ്പെട്ടാൽ അക്ഷരം വ്യത്യാസപ്പെടും. അർത്ഥം മാറിപ്പോകുന്ന നിരവധി പദങ്ങൾ ഖുർആനിലുണ്ട്. ഏതാനും സിഫത്തുകളും അവയുടെ അക്ഷരങ്ങളും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഹംസ്, ഉച്ചാരണ സമയത്ത് ശബ്ദത്തോടൊപ്പം കാറ്റ് നടക്കൽ, ഫഹസ്സഹു ഷഹസുൻ സക്കത്ത് അതിൻ്റെ അക്ഷരങ്ങൾ, ജഹർ ശബ്ദത്തോടൊപ്പം കാറ്റ് നടക്കാതിരിക്കൽ അതിൻ്റെ അക്ഷരങ്ങൾ അവിടെ പറയുന്നുണ്ട്, ഷിദ്ദ ഉച്ചാരണ ശബ്ദത്തെ ശബ്ദം നീളാതിരിക്കൽ, അജിദ് കത്തിം ബക്കത്ത്. അപ്പോൾ അതൊക്കെ ചേർത്ത് നമുക്ക് ഇതിനെക്കുറിച്ചിട്ടും 5 വരിയിൽ കുറയാതെ എഴുതാൻ പഠിക്കുക. ഖുർആനിലെ വഖഫിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആ പാഠത്തൊന്നും അതുപോലെ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ഹ ഉ ലമീർ, ഹ ഉ സക്കത്ത്, ഹ ഉ തഅനീസ് അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കി പഠിക്കുക. വസ്ല്, വഖഫ്, ഖത്അ, സക്കത്ത് അതൊക്കെ പറയുന്ന 2ാമത്തെ പാഠം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ചോദ്യപേപ്പറിൽ വന്നത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെടുത്തുക. അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.